എല്ലാവർക്കും നമസ്കാരം. 38ാമത് കൂടിയാട്ട മഹോത്സവം ഇന്നിവിടെ സമാരംഭിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ 1-ാം തീയതിയാണ് നമ്മൾ ഫെസ്റ്റിവൽ, നമ്മുടെ കൂടിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പും അതിന് വിപരീതമായിട്ട് പ്രത്യേക സാഹചര്യങ്ങൾ നേരത്തെ തുടങ്ങുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ സുവർണത്തിൻ്റെ ഭാഗമായിട്ട് സുവർണത്തിൻ്റെ പരിപാടികളെ കൂടിയും നമ്മുടെ കലാകാരന്മാർ ചെയ്യുന്ന പരിപാടികളും കൂടിയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2 ദിവസം മുമ്പേ കൂടിയാട്ട മഹോത്സവം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. എന്തായാലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫെസ്റ്റിവലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും വളരെ കാര്യമായിട്ട് അറിയാവുന്നതാണ്. ഈ തുടർച്ചയായിട്ട് ആദ്യത്തെ 4 കൊല്ലം കുറച്ച് വ്യത്യസ്ത അവസരങ്ങളിലാണ് നടന്നതെങ്കിലും അതിനുശേഷം ഏതാണ്ട് തുടർച്ചയായിട്ട് നടന്നു പോരുന്ന കേരളത്തിലെ ഒരുപക്ഷെ കൂടിയാട്ട ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായ ഒരു സംരംഭമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ആ ഫെസ്റ്റിവലിൻ്റെ സമാരംഭമായിട്ട് ഈ ഫെസ്റ്റിവൽ നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള, നമ്മുടെ അമ്മന്നൂർ പാരമ്പര്യത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള നമ്മുടെ മൺമറഞ്ഞുപോയ പരമേശ്വര ചാക്യാരാശാനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പുള്ള വിളക്ക് കൊളുത്തി ഈ മംഗളമായിട്ട് ഫെസ്റ്റിവൽ സമാരംഭിക്കുന്നതിനായിട്ട് ശ്രീ അമ്മന്നൂർ കുട്ടൻ ചാക്യാരാശാനെ ക്ഷണിക്കുന്നു. ാമത് കൂടിയാട്ട മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് ഔദ്യോഗികമായിട്ട് സ്വാഗതം പറയുന്നത് ഗുരുകുലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കലാമണ്ഡലം രാജീവാണ്. ഇതിനെ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് രാജീവിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ വിളിച്ചിരുന്നത് കലാമണ്ഡലത്തിൻ്റെ രജിസ്ട്രാറായിട്ടുള്ള ശ്രീ രാജേഷ് കുമാർ സാറിനെയാണ്. പക്ഷെ അദ്ദേഹം വളരെ അത്യാവശ്യമുള്ള തിരക്കുകൾ, ഇന്ന് രാവിലെയും കൂടി വരാം എന്ന് ഏറ്റതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നാളെ നടക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുണ്ട് എന്ന് അറിയിച്ചത് പ്രകാരം അത് ഇന്നലെ ഈ പോസ്റ്റർ ഇറക്കുന്നത് വരെ പോലും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എത്തുമെന്ന്. പക്ഷേ അവിചാരിതമായിട്ട് അങ്ങനെ പറഞ്ഞു. അത് സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അത് വളരെ ആലങ്കാരികമാണ്. അങ്ങനെ എല്ലാ ഫെസ്റ്റിവലിനും ഒരു അതിഥിയെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതിലപ്പുറം അവരെ നല്ല ഇതാണ്, ഒരു കീഴ്വഴക്കാണത്. അതിലുപരി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ 2 അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള വേണുവേട്ടനും കുട്ടേട്ടനും തന്നെയാണ്. എല്ലാ ഫെസ്റ്റിവലിലും ഇവരുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാ കലാകാരന്മാരും. അവർ 2 പേരും ഈ ദിവസം ഇവിടെ ഉണ്ടാവുക, 2 പേരും ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സുവർണത്തിൻ്റെ ഭാഗമായിട്ട് നീണ്ട പരിപാടികൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 12-ാം തീയതി വരെ ഉണ്ട്. അതിൻ്റെയൊക്കെ ക്ലബിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അനിയേട്ടനാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ആ സന്തോഷം, എന്തായാലും ആ സദസ്സ്, പിന്നെ ഇവിടുത്തെ ഗുരുകുലത്തിൻ്റെ സ്വന്തം ആളുകളായിട്ടുള്ള എല്ലാവരും കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ച് ഉഷേച്ചിയെ പോലുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രമേശ് ചേട്ടൻ, രാജേഷ് ചേട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സദസ്സിലുമുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഞാൻ എൻ്റെ ഔദ്യോഗികമായ സ്വാഗതം പറയുന്നതിലേക്ക് എടുക്കുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടി ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് അനിയേട്ടനാണ്. അനിയേട്ടനെ കുറിച്ച് ധാരാളം പറയേണ്ട
കാര്യമില്ല. എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ്. കഥകളി രംഗത്ത്, കൂടിയാട്ട രംഗത്തുള്ള കലാകാരന്മാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരുപക്ഷെ അനിയേട്ടൻ്റെ കലാ സംഘാടന ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം. അത്രയധികം പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ അറിവോടെയും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് ചേട്ടൻ ആണ് പ്ലാൻ ചെയ്യുക. എല്ലാത്തിലും എല്ലാവരും ഒന്നിച്ചു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ തിരക്കേറിയ, അപ്പോൾ അത് ഇന്നലെ പനിയുണ്ട് എങ്കിലും ഇന്ന് വളരെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഇന്ന് ഇവിടെ ഈ പരിപാടി ഈ ഒരു ചടങ്ങിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന ശ്രീ അനിയം മംഗലശ്ശേരി ബഹുമാനപ്പെട്ട അനിയേട്ടനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ പരിപാടി നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായിട്ടുള്ള വേണുവേട്ടനാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 2 സ്തംഭങ്ങൾ, തൂണുകൾ എന്ന് പറയുന്ന പോലെ തന്നെ വേണുവേട്ടനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളും ഈ ഫെസ്റ്റിവൽ തുടങ്ങി വെക്കുന്നതും ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നതും ഇവിടെ ഒരു കൂടിയാട്ടത്തിൻ്റെ ഒരു വികാസത്തിന് മുൻകൈ എടുക്കുന്നതും ഒരു പക്ഷേ ബാംഗ്ലൂർ രാമചാക്യാരാശാന് ശേഷം കൂടിയാട്ടത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആള്, ഇന്ന് കാണുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനമായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നുള്ളത് ആർക്കും സംശയമില്ല. ഒരുപാട് പേരെ ഈ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുകയും അതോടൊപ്പം തന്നെ കൂടിയാട്ട രംഗത്തേക്ക് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് വേണുവേട്ടൻ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും ഇപ്പോൾ ഈ 1-ാം തീയതി എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ഒരു പക്ഷേ ചില സമയത്ത് വേണുവേട്ടൻ അവിടെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. ഇപ്രാവശ്യം നാളെ മറ്റന്നാൾ തുടങ്ങുന്നുള്ളൂ. എങ്കിലും ആ ക്ലാസ്സിൻ്റെ ടൈം മാറ്റി വെച്ച് ഇവിടെ എത്തുകയും ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത് അതൊരു ഒരു 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 വികാരമായി കാണുന്ന ആളാണ് വേണുവേട്ടൻ. എന്തായാലും വേണുവേട്ടന് ഔപചാരികതയുടെ പേരിൽ ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ കുട്ടേട്ടനാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ആളാണ്. കൂടിയാട്ടത്തിൻ്റെ ഇപ്പോൾ നിലവിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് അമ്മന്നൂർ കുട്ടൻ ചാക്യാരാണ്. എന്തൊരു സംശയവും എത്ര ആചാര്യന്മാർ നമുക്കുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സംശയം വന്നാൽ കുട്ടൻ ചാക്യാരുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് നമുക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. ഞാൻ ആ ഒരു ഇതിലേക്കൊന്നും പോകുന്നില്ല. ഇതിനു മുമ്പ് തന്നെ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ കുട്ടൻ ചാക്യാർ ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകൂ എന്നുള്ള അത്രയും വാക്കിൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യം പൂർണ്ണ ജ്ഞാനം, പൂർണ്ണ അറിവ് ഉള്ള ആൾ. അത് അരങ്ങിലായാലും അല്ലാതെ ആയാലും അത് ചെയ്യാനും അവരെ പരിശീലിപ്പിക്കാനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരാളാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിട്ടുള്ള ആളാണ്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാധവന്മാരോടൊപ്പവും വേണുവേട്ടനോടൊപ്പവും സജീവമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇന്നീ കാണുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട അദ്ദേഹത്തിൻ്റെയും കൂടെ വേണുവേട്ടൻ്റെയും കുട്ടേട്ടൻ്റെയും കൂടി സ്ഥാപനമാണ്. എന്തായാലും ഒരു ഔപചാരികത പേരിൽ ഞാൻ അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ഫെസ്റ്റിവലിൻ്റെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു തിരുത്തുണ്ട്, ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. അനിയേട്ടൻ ഈ അനുസ്മരണ പ്രഭാഷണമാണ് നടത്തുന്നത്. ഗുരുകുലത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ നാരായണ നമ്പ്യാരാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം, അദ്ദേഹം ഇവിടെ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറിപ്പോയതാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം എൻ്റെ സുഹൃത്തായ ശ്രീ നാരായണ നമ്പ്യാരെ ഈ വേദിയിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് ഇതിന് നന്ദി പറയുന്നത് ശ്രീമതി സരിത കൃഷ്ണകുമാറാണ്. സരിത പറഞ്ഞത് ഗുരുകുലത്തിൻ്റെ എല്ലാമാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ഒരു 2-3 കൊല്ലമായിട്ട് സെക്രട്ടറി കം വൈസ് പ്രസിഡന്റ്, ട്രഷറർ എല്ലാ ചുമതലകളും ഒരുമിച്ച് വഹിക്കുന്ന, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുരുകുലത്തിനെ ചലിപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ആളെന്ന് പറയാം. സരിത വളരെ ലളിതമായി, മൗനമായി, ആരോടൊന്നും പറയാതെ വളരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ
വളരെ ആർജവം കാണിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധ കാണിക്കുന്ന സരിതയാണ്. സരിത ഈ ഫെസ്റ്റിവലിന് ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുന്നു. സരിതയെയും ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ഉഷ നങ്ങിയാർ, അതുപോലെ തന്നെ ശ്രീ രാജേഷ് ഏട്ടൻ, രമേശ് ഏട്ടൻ, പ്രദീപ് ഏട്ടൻ തുടങ്ങിയിട്ടുള്ള മറ്റ് പല പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ, വേണു മാസ്റ്റർ, അതുപോലെ രജനീഷ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശിവാസം മാസ്റ്റർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് നല്ല ഒരു സമ്പന്നമായ സദസ്സ് നമുക്കിവിടെ ഉണ്ട്. എല്ലാവരും അതുപോലെ തന്നെ മറ്റൊരിത് നമ്മുടെ കൂടെ കുറച്ച് കാലമായിട്ട് നമ്മളെ വളരെയധികം കൂടിയാട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് ഗുരുകുലത്തിൻ്റെ, നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ഞങ്ങൾ സ്വാമി എന്നാണ് വിളിക്കുക. തിരുനോട്ടത്തിൻ്റെ സംഘാടകൻ കൂടിയായിട്ടുള്ള IKKF-ന്റെ വളരെ യാതൊരു സ്വാർത്ഥത ഇല്ലാതെ അദ്ദേഹം പരിപാടി കാണുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. ആ പരിപാടി കാണുക, അതിനൊപ്പം തന്നെ ഈ പരിപാടികൾക്ക് സാമ്പത്തികമായി പണം സ്വരൂപിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻകൈയെടുത്ത് നടത്തുന്ന ആളാണ്. സ്വാമിയുടെ 70ാം പിറന്നാളാണ് ഈ 5-ാം തീയതി. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വെച്ച് ആഘോഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കലാകാരന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കൂടിയാട്ടക്കാരുടെ ഇടയിൽ ആഘോഷിക്കണം എന്നുള്ള പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ ഇരിങ്ങാലക്കുട വെച്ചിട്ട് 5-ാം തീയതിയാണ് അതിൻ്റെ ചടങ്ങ് നടക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം പതിവ് പോലെ തന്നെ ഈ പരിപാടികളുടെ ലൈവ് എല്ലാം സോഷ്യൽ അത് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കാണികൾ വളരെ കുറവാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴിയൊക്കെ ധാരാളം ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള സിബിൻ ചേട്ടനും, അതിനോടൊപ്പം തന്നെ നമ്മുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറാമാൻ എന്ന് പറയുന്ന, അല്ല ക്യാമറയല്ല സംവിധായകൻ ഒക്കെ ഉള്ള പഴയ ആളാണ്, പുതിയൊരു തിരിച്ചുവരവും കൂടിയാണ് ചിത്രേട്ടൻ. പഴയ കുറേ കൂടിയാട്ടത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടുള്ള ആളാണ് ചിത്രേട്ടൻ. കൂടിയാട്ടത്തിൻ്റെ ഒരുപാട് പഴയ കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ടുള്ള ആളാണ്. അമ്മന്നൂർ ആശാൻ്റെ ഒക്കെ കുറേ പ്രഗത്ഭ അഭിനയ ഭാഗങ്ങളൊക്കെ വളരെയധികം ചിത്രീകരിച്ചിട്ടുള്ള ആളാണ്. കൂടിയാട്ടങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ആളാണ്. IKKF-ന്റെ ഒരുപാട് 4-5 സീരീസുകൾ ചിത്രീകരിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ചിത്രേട്ടനും. നമ്മുടെ കൂടെ ഇപ്രാവശ്യം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഈ പരിപാടി കവർ ചെയ്യാനായിട്ടും മാധ്യമങ്ങൾക്ക് നമ്മുടെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിന്നിട്ടുള്ള ആളുകളാണ്. അവരെയും ഞാൻ ഇതിലേക്ക് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് നൽകുന്ന, വെളിച്ചം നൽകുന്ന പ്രഭാ സൗണ്ട്, അങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് ഇനിയും സോഷ്യൽ മീഡിയ വഴി കാണുന്ന ആളുണ്ടാവും, എങ്കിലും വളരെ വ്യത്യസ്തമായ കുറേ കലാകാരന്മാരുടെ പ്രകടനങ്ങളാണ് വരുന്ന 11 ദിവസം ഇവിടെ ഉണ്ടാവുന്നത്. അത് കാണുവാനായിട്ട് നേരിട്ട് തന്നെ എല്ലാവരും എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ നമ്മുടെ ഗുരുകുലത്തിൻ്റെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന യുവ കലാകാരികൾ, അതുപോലെ തന്നെ നല്ല ഇരുത്തം വന്നിട്ടുള്ള നമ്മുടെ ഈ ഗുരുകുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാകാരന്മാർ, അങ്ങനെ മാത്രമല്ല പുറത്തുനിന്നുള്ള അത്യാവശ്യം കുറച്ച് കലാകാരന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരുടെയും പ്രകടനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാ പ്രകടനങ്ങളും കാണുവാനായിട്ട് എല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നുള്ള കാര്യങ്ങൾക്കായിട്ട് അധ്യക്ഷനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. 38ാമത് കൂടിയാട്ട മഹോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വളരെ വിശദമായിട്ട് രാജീവോട് പറയുക കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞ പോലെ ക്ലബ്ബുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 ദിവസം നേരത്തെ ക്ലബിൻ്റെ ആവശ്യപ്രകാരം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന മഹോത്സവം 11ഉം 12ഉം ശനിയും ഞായറും ക്ലബിൻ്റെ സമാപനമായതുകൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം കിഴപ്പോട്ടിറക്കി 30-ാം തീയതി നമ്മൾ ഈ മഹോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് തല പ്രാരബ്ധങ്ങൾ കാരണം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും സമയം നല്ലപോലെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി വളരെ കുറവാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം പറഞ്ഞാൽ ഇന്നലെയാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു പോസ്റ്റർ വരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ്. അതിൻ്റേതായിട്ടുള്ള
കുറവുകളും ന്യൂനതകളുമുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു രീതിയുണ്ട്. നമ്മളുടെ കൂടിയാട്ടങ്ങൾ, അത് കുട്ടികളായാലും വലിയവരായാലും എത്ര മുതിർന്ന കലാകാരന്മാരായാലും അത് കാണാൻ വരുന്ന ഒരു സദസ്സ്, നമ്മളുടെ ഗുരുകുലത്തിൻ്റെ പരിപാടികൾ ഓൺലൈനിൽ കാണുന്ന ഒരു സദസ്സുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുപോലെ മറ്റ് പല വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ രാജേഷ് ഏട്ടനെ പോലെയുള്ള പല ആളുകളുടെയും പലതരത്തിലുള്ള സ്വാമിയേട്ടൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പല വളരെ വിലപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായങ്ങളെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള മഹോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലുതായിട്ടൊരു ആസ്വാദകരുണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ മഹോത്സവങ്ങളെ കുറേയും കൂടി വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. എല്ലാവരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ മഹോത്സവം അടുത്ത ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നമ്മളുടെ കലാമണ്ഡലത്തിൻ്റെ രജിസ്ട്രാർ ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ അവിടെ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പരിപാടികൾ സംഘടിപ്പിക്കുക, അതിൻ്റെ തിരക്കുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് അദ്ദേഹം വിളിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം വന്നാലും നമ്മളുടെ ബഹുമാന്യ വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൗരവമായിട്ടുള്ള പരിപാടികളുടെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു. നമുക്ക് എന്തായാലും ഗുരുകുലത്തിൻ്റെ എല്ലാമായിട്ടുള്ള വേണുവേട്ടനാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇതിനു മുമ്പും വേണുവേട്ടനും ഇവരെല്ലാവരും തന്നെ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ഈ മഹോത്സവങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇത്തവണയും നമുക്ക് വേണുവേട്ടന് ഇത് വിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ മഹോത്സവം ആരംഭിക്കാം. അതിനായിട്ട് വേണുവേട്ടനെ സാദരം ക്ഷണിക്കുന്നു. മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ്, 38 അല്ല അതിനേക്കാളും കൂടുതൽ, 1982 ആദ്യത്തെ കൂടിയാട്ട മഹോത്സവം. നീണ്ടെങ്കിൽ 2-3 വർഷം നടക്കാതെ പോയി. അപ്പം ഇവിടെ എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ, അന്ന് മാധവ് ചാക്യാർ എന്ന മഹാനായ നടനെ എന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഇരിക്കാലക്കുടക്കാരും കണ്ടിട്ടില്ല ശരിക്കും. കാരണം തൃശ്ശൂർ വടക്കുന്നാഥനും ഇവിടെ കൂടൽ മാണിക്യത്തിലും വർഷത്തിലൊരിക്കൽ അദ്ദേഹം അഭിനയിക്കണു. അതെല്ലാവർക്കും കാണണം എന്നില്ല, അതിനുള്ള അവസരം കിട്ടാറുമില്ല. പലർക്കും കൂത്തമ്പലത്തിൻ്റെ പ്രവേശനം നിഷിദ്ധമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഘടിപ്പിക്കണം. വളരെ ആശാനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അശോകവനികാംഗം കുറേ കാലം 14 വർഷമായി നടന്നിട്ടില്ല, അത് നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണ് ആദ്യത്തെ കൂടിയാട്ട മഹോത്സവം. അതിപ്പോൾ എന്ത് പേര് കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ കൂടിയാട്ട മഹോത്സവം എന്ന് കൊടുക്കാം. ഈ മഹോത്സവം ആവണമെങ്കിൽ മറ്റ് സംഘങ്ങളോട് വരണ്ടേ എന്നൊരു ചോദ്യം വന്നു. മറ്റു കൂടിയാട്ട സംഘങ്ങളോട് ക്ഷണിക്കണ്ടേ? അങ്ങനെയൊന്നും ക്ഷണിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അന്നും ഇന്നും ഗുരുകുലത്തിനില്ല. ഇപ്പോൾ പിന്നെ കുറച്ച് ആളുകളെങ്കിലും സഹായിക്കുന്നുണ്ട്, അന്ന് അതുമില്ല. അങ്ങനെ അന്ന് സംഗീത അക്കാദമി ഒരു 15 ദിവസം കൂടിയാട്ട ഫെസ്റ്റിവൽ നടത്താനായിട്ട് ഒരു 15,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊന്നും ആവില്ല. എന്നിരുന്നാലും ഞങ്ങൾ ആരംഭിച്ചപ്പം കൂടിയാട്ട മഹോത്സവം എന്ന് കൊടുത്തു. അശോകവനിയാംഗം ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ. അന്ന് ഈ ഇമെയിലൊന്നുമില്ല,
കത്തുകൾ അയച്ചു. പക്ഷെ അതിന് ഏറ്റവും നല്ലൊരു കാര്യം പത്രക്കാർ നല്ല പ്രാധാന്യം കൊടുത്തു അതിന്. കാരണം കൂടിയാട്ടം ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മഹോത്സവം നടക്കുകയാണ്, അത് കൂത്തമ്പലത്തിൽ. അപ്പം ദേശീയ പ്രാധാന്യമുള്ള പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നു. ഏതാണ്ട് ഒരാഴ്ച, ഫെസ്റ്റിവൽ തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ കത്തുകളുടെ പ്രവാഹം. അന്ന് ഇമെയിലൊന്നും ഇല്ലാത്ത കാലമാണ്. അത് ഭയങ്കര ആവേശമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പ്രശസ്ത നാടക ആചാര്യൻ മുത്തുസ്വാമി, അങ്ങനെ എത്ര പേരാ കത്തുകൾ എഴുതി ഞങ്ങൾ വരുന്നുണ്ട്. അതിലേറ്റവും അത്ഭുതം അന്നത്തെ പിന്നെ ഇപ്പോഴത്തെ വലിയ നാടകാചാര്യൻ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നത് വാമൻ കേന്ദ്രെ, ഇങ്ങനെയുള്ള അനവധി ആളുകൾ. ഇരിങ്ങാലക്കുടയിലെ എല്ലാ ലോഡ്ജുകളും നിറഞ്ഞു കവിഞ്ഞു ഈ കൂടിയാട്ട മഹോത്സവം കാണാനായിട്ട്. അതിലേറ്റവും അത്ഭുതം, പലരും ഇങ്ങനെ വിദേശീയരായിട്ടുള്ള ആളുകൾ വരണു, കാണുന്നു. വിദേശികളെന്നല്ല, സ്വദേശീയർ. അന്ന് പക്ഷേ അത്ര റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. വിദേശികളെയും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു കൂത്തമ്പലത്തിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ വന്നു. വരണവരുടെ ജാതിയൊന്നും ആരും ചോദിച്ചില്ല, വന്നവരെയൊക്കെ കയറ്റി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്ന ആ ഉയർന്ന തറ, അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇരിക്കാനുള്ള അനുവാദം അന്ന് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും തന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട്, അത് ശ്രീ പരമേശ്വര ചാക്കേരി തന്നെ നേരിട്ട് പോയാണ് അനുവാദം ചോദിച്ചത്. അപ്പോൾ അവർക്ക് സമ്മതിച്ചു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് കാണാമെന്നുള്ള ഒരു വ്യതിയാനം വരുത്തി. കൂത്തമ്പലം നിറഞ്ഞ് കവിഞ്ഞു ആദ്യത്തെ ദിവസം തന്നെ. 8:30 മണിക്ക് തുടങ്ങിയാൽ പിന്നെ എത്രത്തോളം മാധവൻ അഭിനയിക്കാൻ പറ്റുമോ അതിലൊക്കെ അത്രത്തോളം അത് നീണ്ടു നിന്നു. ചില ദിവസങ്ങളിൽ ശ്രീകുട്ടൻ ചാക്യാരും പിന്നെ ഉഷയൊക്കെ പഠിക്കുന്ന കാലമാണ്. അവർ മണ്ഡപതിരിയായിട്ടും രതി സഖിയായിട്ടൊക്കെ അഭിനയിച്ചു. അങ്ങനെ ഗംഭീരമായ വളരെയധികം സംതൃപ്തിയുണ്ട്. സംഘാടകൻ എന്ന നിലയിൽ ഞാൻ അന്നും ഇന്നും എപ്പോഴും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമായിരുന്നു അശോകന്യാങ്കത്തിൻ്റെ. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പ് MKK നായരും ഡോക്ടർ KN പിഷാരടി മുൻകൈ എടുത്താണ് അശോകന്യാങ്കം ചാച്ചുചാക്യാരുടെ ആദ്യ അവസാനത്തിൽ ഇവിടെ ആരംഭിച്ചത്. പിന്നീട് ഉണ്ടായിട്ടില്ല. മാധവൻ ഞാൻ പരിചയപ്പെടുന്ന കാലം മുതൽ അദ്ദേഹം പറയാറുണ്ട്, ഇവിടെ അശോകന്യാങ്കം നമുക്ക് നടത്തണം. അത് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ടായി. ഇപ്പോൾ എന്നും രാവിലെ മാധവനാണ് അഭിനയിക്കണമെങ്കിലും കുട്ടൻ ചാക്യാരെ കൈകെട്ടിട്ടുണ്ടാവും. അത് ഓർമ്മിക്കാൻ വേണ്ടി, ആട്ടുപുറം ഓർമ്മിക്കുന്നുണ്ട്. മാധവമായി കുട്ടൻ ചാക്യാർ കാണിക്കും. അങ്ങനെ ഒരു സെഷൻ ഇവിടെ മിക്ക ദിവസങ്ങളിലുണ്ടാവും. അങ്ങനെ ഒരു പ്രക്രിയ, ഇതിൻ്റെ അനുഭവം. പിന്നെ സംഗീതനാടക അക്കാദമി അത് മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തു. അതൊരു അവസാന നിമിഷത്തിൽ, തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ആലോചന വന്നത്. അവിടുത്തെ ടീം വന്ന് ഡോക്യുമെൻ്റ് ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന കൂടിയാട്ടത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വളരെയധികം സഹായകമായ ഒന്നായിരുന്നു ആദ്യത്തെ കൂടിയാട്ട മഹോത്സവം. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും അതേ കാലം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു തുടർച്ചയാക്കാം. പക്ഷെ അന്ന് കൂത്തമ്പലത്തിന് വഴി നടത്താൻ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം കൂത്തമ്പലത്തിന് വഴിയിൽ നടത്തുമ്പോൾ പല പ്രശ്നങ്ങളും അന്ന് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാലാണ് രണ്ടാമത്തെ കൂടിയാട്ട മഹോത്സവം നടത്തിയത്. വടക്കുന്നാലും കൂത്തമ്പലവും ആശാൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതിന് പ്രത്യേകം ഇതൊന്നും വേണ്ട. മൂന്നാമത്തെ കൂടിയാട്ട മഹോത്സവം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പാറമേക്കാവിലാണ്. പക്ഷേ പാറമേക്കാവുകാർക്ക് മറ്റ് സഹായമൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ നടക്കൽ നടത്തിക്കോളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. മൂന്നാമത്തെ കൂടിയാട്ട മഹോത്സവം ഞങ്ങൾ തിരുവനന്തപുരത്ത് മാർഗിയായിട്ട് സഹകരിച്ചിട്ട് അവിടെയാണ് നടത്തി. പിന്നീട് അങ്ങോട്ട് പുറമേയുള്ള വേദികളുണ്ടായിരുന്നു കൂടിയാട്ടം. പിന്നീട് ഞാനിവിടെ ഒരു ടെമ്പററി കൂത്തമ്പലം ഉണ്ടാക്കി പിന്നീടുള്ള കൂടിയാട്ടങ്ങളൊക്കെ അവിടെയാണ്, മഹോത്സവങ്ങൾ അവിടെയാണ് നടന്നത്, നടനകേരളിയിൽ. ഇങ്ങനെ 25ഓളം മഹോത്സവങ്ങൾക്ക് സംഘാടകനായ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. അതിനുശേഷമാണ് പുതിയ തലമുറ അത് ഏറ്റെടുത്തത്. അത് ഒരു ഭംഗിയായിട്ടിപ്പോൾ ഇതുവരെ കൊണ്ടെത്തിച്ചു. വളരെ സന്തോഷം.
ഇപ്പോഴും അത് വളരെ അന്ന് 15,000 രൂപയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കൂടി ഏതാണ്ട് ഒരു 30,000 രൂപ ഗ്രാൻഡ് വന്നതാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അതുമില്ല. പലപ്പോഴും ഞാൻ തോന്നാറുണ്ട്, എന്തിനീ കൂടിയാട്ടം കേന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ആർക്ക് വേണ്ടി? സ്വാഭാവികമായിട്ടും ഒരു കൂടിയാട്ടം കേന്ദ്ര ഡയറക്ടർ എന്നൊക്കെ ഒരു ഭാരിച്ച ശമ്പളം വാങ്ങിക്കുന്നതാണ്. ഒരാളുടെ ശമ്പളം ഇവിടെ കൊടുത്താൽ ഇവിടെ ഭംഗിയായിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കാളും പ്രധാനമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്. ഇതൊന്നല്ല, അത് ഈ കൂടിയാട്ട കേന്ദ്രമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടെന്ന് പെടുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഓരോ ഫെസ്റ്റിവൽ നടത്താൻ കിട്ടുന്ന സഹായമായിരിക്കും ഈ ഒരാളൊരു ദിവസം കൊടുക്കുന്ന ശമ്പളം മതി. പക്ഷെ നമ്മുടെ സാംസ്കാരിക കാര്യത്തിൽ അങ്ങനെയൊന്നും യാതൊരു വിട്ടുവീഴ്ചയുണ്ടോ. ഈ 79-ാം വയസ്സിൽ ഞാൻ ശരിക്കും ഇതൊക്കെ ഇങ്ങനെ പല സംരംഭങ്ങളും തുടക്കം കുറിച്ച് എനിക്ക് വളരെയധികം നിരാശയാണ് ഈ സർക്കാരിൻ്റെ സമീപനത്തോട്. അങ്ങേയറ്റം നിരാശയാണ്. ഇത്രയും വർഷം കൂടിയാട്ടം കൈകാര്യം ചെയ്തു, പുതിയ കൂടിയാട്ടങ്ങൾ സംവിധാനം ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോൾ ഒരു ദേശീയ നാട്യ ശാസ്ത്ര സെമിനാർ, നാട്യോത്സവം എന്തോ കേന്ദ്ര സംഗീത അക്കാദമി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തി. ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എല്ലാവരും ക്ഷണിച്ചു, എന്നെ ക്ഷണിച്ചത് കഥകളിയെപ്പറ്റി ഒരു ആമുഖ പ്രഭാഷണം നടത്താനാണ്. ഇതൊരു തോന്നിയാസമാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവർക്ക് എന്നെ അറിയില്ല. കഥകളിയെപ്പറ്റി എനിക്ക് കഥകളിയെപ്പറ്റി നടത്തുന്നത് അഭിമാനമാണ്. പക്ഷേ ഇവിടെ MP നാരായണനും P വേണുഗോപാലും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ ഞാൻ ഒരു ആമുഖ പ്രഭാഷണം നടത്തുകയെന്ന് പറഞ്ഞാൽ എനിക്ക് അത് പറ്റില്ല. കാരണം എന്നെക്കാൾ എത്രയോ കഥകളിയെപ്പറ്റി ഞാൻ കഥകളി പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ 40 വർഷമായിട്ട് ഞാൻ കൂടിയാട്ടക്കാരനുണ്ട്. എന്നോട് കഥകളിയെപ്പറ്റി പ്രഭാഷണം നടത്താൻ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം. ഒരു തിരിച്ചറിവുമില്ല, എവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ചെറിയ സഹായം ഈ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ആവേശപൂർവ്വം അവരിപ്പോഴും ഇത് കൈകാര്യം ചെയ്യണത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തും. കാരണം എൻ്റെ ആവേശമൊക്കെ പോയി. ഞാനിപ്പോൾ ഇവിടെ ഒരിടത്തൊക്കെ പറയായിരുന്നു, ഇനി ഇരിക്കാതെ കൂടെ ഇനി എന്തെങ്കിലും നടത്തണോ? നടനകേരളി എന്ന സ്ഥാപനം, അവിടെയാണ് ഈ കൂത്തമ്പലം ഇവരൊക്കെ ഈ പിള്ളേരൊക്കെ അവിടെയാണ് രംഗപരിചയം നേടിയത്. അവിടെ ഒരു ഓലപ്പുരയും കിട്ടി. അവിടെ എല്ലാ ആഴ്ചയിലും രംഗപരിചയം എന്ന് പറഞ്ഞ് പിന്നെ ഒരു പരമ്പര തുടങ്ങി. ഇതൊക്കെ നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കിട്ടിയത് കഥകളെ പറ്റി പ്രഭാഷണം നടത്താനാണ്, ഇൻവിറ്റേഷൻ. അതെന്നെ വളരെ ഞെട്ടിപ്പിച്ചു. കാരണം ഇങ്ങനൊരു അവസ്ഥയാണല്ലോ നമ്മുടെ സാംസ്കാരിക രംഗത്ത്. അതോടുകൂടി എൻ്റെ മനോഭാവം മാറി. എന്തിനാ ഇതൊക്കെ ഇനി കെട്ടിപ്പിടിച്ച് ഈ വയസ്സുകാലത്ത്? അതാണ് എൻ്റെ അവസ്ഥ. എന്തായിരുന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾ രാജീവും നാരായണ നമ്പ്യാരും എല്ലാവരും ചേർന്ന് ഇപ്പോഴും അവർക്ക് അവരുടെ ആവേശത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. ഭംഗിയായിട്ട് നടത്തുന്നു. പൈസ ഉണ്ടോ ഇല്ലയോ, ഇവിടെ വെളുക്കണ മുതൽ പാതിരാത്രി വരെ പിഴാവിൻ്റെ ഒച്ച കേൾക്കാം. എനിക്ക് വരാൻ പറ്റാറില്ല, മിക്കവാറും എൻ്റെ ആരോഗ്യസ്ഥിതി അതിനനുവദിക്കാത്തതുകൊണ്ട്. ഇത് അങ്ങേറ്റം അഭിനന്ദനാർഹമാണ്. അതേസമയം നമ്മൾ കൂടുതൽ അംഗീകാരങ്ങളും കൂടുതൽ സാമ്പത്തിക സഹായങ്ങളും കിട്ടാൻ ഇവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവർക്ക്, അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ പറ്റുള്ളൂ. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സഹായം എത്തിക്കാൻ കഴിയുള്ളൂ. അത്തരം സാധ്യതയുള്ളവർ അതിലേക്ക് മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൂടിയാട്ട 38ാമത് കൂടിയാട്ട മഹോത്സവം ഉദ്ഘാടനം ചെയ്തതായി വളരെ താഴ്മയായി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി 2 വാക്ക് ആശാനെ കുറിച്ച് പറയുന്നതിന് കുട്ടേട്ടനെ സാദരം ക്ഷണിക്കും. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരു സ്മരണയെ മുൻനിർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ കൂടിയാട്ട ഫെസ്റ്റിവൽ ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കും. ഈ ഫെസ്റ്റിവലിനെ കുറിച്ചോ അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം തന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിലേക്ക് ഇനി ഞാൻ അധികം കടക്കണില്ല. ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് എനിക്ക് പറഞ്ഞ പോലെ വേറൊരു മാറ്റം കൂടി ഉണ്ടായത്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാണാനും കേൾക്കാനും ഒരു അവസരം കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ്
കാരണം കൂടിയാട്ടം പഠിക്കുന്നതിനോട് തുല്യമായിട്ടുള്ളതാണ് കാണൽ. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത്, രംഗത്ത് അഭിനയിക്കുന്നത് നേരിട്ട് കണ്ടു പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് അഭിനയത്തിലായാലും വേണ്ടില്ല, വാക്കിലായാലും വേണ്ടില്ല. അത് കേൾക്കേണ്ടത് കേൾക്കണം, കാണേണ്ടത് കാണണം. അത് എത്ര പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കാണുന്നതും പഠിച്ചു തുടങ്ങിയിട്ട് കാണുന്നതും പിന്നെ അതല്ലാതെ കണ്ട ഒരു ആസ്വാദകനായിട്ട് കാണുന്നതും കേൾക്കലും ഇതൊക്കെ മൂന്ന് തരത്തിലാണ്. അപ്പോൾ ഞാനൊരു നാളെ ഒരു കലാകാരനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, അതിനെപ്പറ്റി ഗുണദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ആൾ കണ്ടാൽ ആളറിയാതെ കണ്ട് അയാളുടെ ഉള്ളിലേക്ക് ഈ കലയുടെ അംശം ഉള്ളിലേക്ക് കയറി കൂടും. അത് പിന്നെ അവസരത്തിനനുസരിച്ച് പഠിച്ച് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആ ആളറിയാതെ കണ്ട് തന്നെ അയാളുടെ അഭിനയത്തിലേക്ക് കടന്നു വരും. ഇതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇത് കുട്ടികളെ തന്നെ കാണണം, കേൾക്കണം. പ്രബന്ധം പറയണത് പഠിപ്പിക്കാൻ പറ്റില്ല, കേട്ട് പഠിക്കേണ്ടതാണ്. എങ്ങനെ പറയണു എന്നുള്ളത് സംസ്കൃത ശ്ലോകത്തിൻ്റെ അർത്ഥമായാൽ പറയാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഒന്നും പറയാൻ പറ്റില്ല. അതിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ് പറയേണ്ടതായിട്ടുള്ള വഴികൾ. അപ്പം അങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരത്തെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ആദ്യത്തെ ആരംഭം. ആ കാലത്ത് എല്ലാ വിദ്യാർത്ഥികളും അന്നുണ്ടായിരുന്നവരൊക്കെ തന്നെ ഇവിടെ ഇത് കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. ഇതൊരു വലിയൊരു സത്യമായിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കൂടിയാട്ടം പഠിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പഠിക്കണ കാലവും പിന്നത്തെ ഇവർ പഠിക്കണ കാലവും ഒരു 3-4 ക്ലാസ് ഒരു ദിവസം ഉണ്ടാവും. വെളുപ്പാങ്കാലത്ത് തുടങ്ങും, പിന്നെ സ്കൂളിൽ പോകേണ്ട സമയം സ്കൂളിൽ പോകും, സ്കൂൾ വിട്ട് വന്നാൽ തുടങ്ങും, പിന്നെ രാത്രി ക്ലാസ് ഉണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളായിട്ട് പഠിച്ചത്. ഞാൻ സ്കൂളിൽ പോണ കാലത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം ഇവിടെ വന്നാൽ അന്ന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ആ സമയത്ത് വെറുതെ വിളിച്ചിരുത്തി ശ്ലോകം ചെല്ലിക്കുക, വെറുതെ ശ്ലോകം ചെല്ലുക. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അത് അങ്കുല്യാംഗ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്ലോകങ്ങൾ 1-2 ശ്ലോകം പഠിക്കുകയോ ചെല്ലുകയോ ചെയ്യുക എന്നുള്ളതാണ് ആരംഭത്തിൽ തുടങ്ങിയിട്ടുള്ളത്. അതിലൊരു നിഷ്കർഷയായിട്ടോ വലിയ ഇതിലൊന്നും ആണെന്ന് പറയില്ല. ഇന്നുണ്ടായില്ലെങ്കിൽ ഇന്നുണ്ടായി ഇത്രയേ ഉള്ളൂ. ആ രൂപത്തിൽ ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചു തന്നു. അമ്മാവൻ ഇവിടെ ഉള്ള ദിവസങ്ങളിലേ നടക്കുള്ളൂ, ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നെ അത് അവസാനമായി 9-10 ആയപ്പോൾ അമ്മാവൻ പറഞ്ഞു 10 കഴിഞ്ഞിട്ട് മതി ഇനി എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ പിന്നെ കൂടുതലായിരിക്കും ശ്രദ്ധിക്കേണ്ടായുള്ളൂ. പിന്നെ അന്ന് ഇവിടെ ഈ ഇരിഞ്ഞാലക്കുട കൂത്തമ്പലത്തിൽ കൂടിയാട്ടം ഉണ്ടാവും. ഏതെങ്കിലും ഒരു കൂടിയാട്ടം ഉണ്ടാവും, 28 ദിവസത്തെ പ്രബന്ധം ഉണ്ടാവും, ഒരു അങ്കുലിയാങ്കം ഉണ്ടാവും. ഇത് എല്ലാവർക്കും, ഇരിഞ്ഞാലക്കുട നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ സൗകര്യത്തോട് കൂടിയിട്ടാണ്. എല്ലാവർക്കും കാണാൻ പറ്റും. ഇന്ന ആളെന്നൊന്നുമില്ല, എല്ലാവർക്കും അവിടെ വന്ന് സുഖമായിട്ട് കാണാൻ പറ്റും. വിദൂഷകനുള്ള കൂടിയാട്ടമൊക്കെ ആവുന്ന സമയത്ത് അന്ന് കൂത്തമ്പലം നിറയാറുണ്ട്. ഈ വേഷം ആവുമ്പോൾ അന്നും അതുപോലെ തന്നെയാണ്. വിരലിലെണ്ണാവുന്നവരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെയാണ് അന്നും ഉണ്ടാവാറ്. പക്ഷേ ആവശ്യമുള്ളവർ, കാണാൻ താല്പര്യമുള്ളവർ അന്ന് വന്ന് കണ്ട് പതിവുണ്ട്. അങ്ങനെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അങ്കുലിയാങ്കം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൂത്തമ്പലത്തിലുണ്ടാവും. അവിടുന്ന് പോകാൻ സമ്മതിക്കില്ല, അവിടെ വന്നോളം കണ്ടോളം എന്നാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. എന്താ ചെയ്യണമെന്നൊന്നും എനിക്ക് നിശ്ചയമുണ്ടായിട്ടല്ല, എന്നാലും അതിൻ്റെ മുമ്പിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്നിലേക്ക് സംയോജിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണത് എന്നാണ് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നത്. കൂടിയാട്ടം പഠിക്കുക ഇങ്ങനെ 3-4 ക്ലാസ്സുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 8-10 കൊല്ലം നിരന്തരമായിട്ട് പഠിച്ചാലാണ് കൂടിയാട്ടത്തിൻ്റെ എന്തെങ്കിലും ഒന്നായിത്തീരുക. പൂർണ്ണമാവുന്നല്ല, പൂർണ്ണമാവാൻ അവനവൻ തന്നെ ഉത്സാഹിക്കണം. ആദ്യം പറയുമ്പോൾ പറയണ കാറുണ്ട്, ആദ്യം ഒരു 8-10 കൊല്ലം പഠിപ്പിക്കലാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഷ്ടം നോക്കിയിട്ടല്ല, അങ്ങോട്ട് ശക്തിയായി അങ്ങോട്ട് ബലമായിട്ട് പഠിപ്പിക്കുക ചെയ്യുക. അത് കഴിഞ്ഞാലാണ് അവന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവൻ പഠിക്കലാണ്.
കൂടിയാട്ടം പഠിക്കലും പഠിപ്പിക്കലും ആയിട്ടുണ്ടെന്ന്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവന് വേണം തോന്നിയിട്ട് പഠിക്കണം. വേണം തോന്നണമെങ്കിൽ 8 or 10 കൊല്ലത്തെ അഭ്യാസം കഴിഞ്ഞിട്ട് അറിയാൻ എനിക്കിത് പഠിക്കണം എന്നുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ പഠിക്കണം തോന്നിയിട്ട് പഠിക്കുന്നതിനാണ് വിശേഷപ്പെട്ട കൂടിയാട്ടങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുള്ളൂ. സാധാരണ പതിവുള്ള കൂടിയാട്ടങ്ങളൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുക. അങ്കുലിയാംഗം തുടങ്ങിയിട്ടുള്ളതൊക്കെ പഠിപ്പിക്കും. അങ്കുലിയാംഗവും രാമായണവും പ്രബന്ധവും ഒരു ചാക്യാരായ പഠിച്ചോളണം എന്നാണ്, അറിഞ്ഞിരിക്കണം. അങ്കുലിയാംഗം മുഴുവൻ കഴിക്കാറാവണം. രാമായണം പ്രബന്ധം ആദ്യം മുതൽക്ക് അവസാനം വരെ കഴിക്കുക. ഇത് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഏതൊരു വിഷയത്തിനും 10ാം ക്ലാസ് പാസ്സാവണം അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ കൂടിയാട്ട ലോകത്തിലേക്ക് ആദ്യമായി അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടതാണ്. അത് അന്ന് പഠിപ്പിച്ചിരുന്നു, ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അത് മുഴുവൻ ഇഷ്ടമായിട്ടാണോ എങ്ങനെയാണെന്ന് ചോദിക്കരുത്, അങ്ങനെ പഠിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ ഭാവിക്കണം. അങ്ങനെ 8 or 10 or 12 കൊല്ലം ദൃഢമായി ചിട്ടയായി അഭ്യസിച്ച് വന്ന ഒരു കലാകാരന് ഇന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതമാർഗത്തിന് വേറെ വഴി ആലോചിക്കേണ്ട അവസ്ഥയാണ്. 10 or 12 കൊല്ലം ഇതിനായിട്ട് മാത്രം ഉപയോഗിച്ചിട്ട് മറ്റൊന്നിലേക്കും ചിന്ത കൂടാതെ കണ്ട് ഇതിൽ തന്നെ വ്യാപരിച്ച ഒരാൾക്ക് ജീവിതമാർഗത്തിന് വേറെ അന്വേഷിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ പഠിച്ച വിദ്യയെ എങ്ങനെ വേണം മറ്റൊരു തരത്തിൽ വ്യാപാരം ചെയ്യാന്നുള്ളത് പഠിക്കണം. അപ്പോൾ അത് തന്നെ കുട്ടിക്കാലത്ത് പഠിക്കേണ്ടതാണത്. അല്ലാണ്ട് പഠിച്ചത് യഥാർത്ഥം രംഗത്ത് തൻ്റെ കഴിവിനെ അനുസരിച്ച് പ്രവർത്തിക്കാറായി എന്നുള്ളത് കൊണ്ട് പ്രയോജനം ഉണ്ടാവണില്ല ഇന്നത്തെ കാലത്ത്. അടുത്ത കാലത്ത് വന്നിട്ടുള്ള വലിയ ഒരു പ്രവണതയാണ്. അതിന് എന്താ പരിഹാരം എന്ന് പറയാൻ നിവൃത്തിയില്ല. ഏതായാലും അത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് നല്ലപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ആരെയെന്ന് ഞാൻ പറയുന്നില്ല. ഈ കല വിട്ട് മറ്റൊരു തൊഴിലിലേക്ക് പോകേണ്ട ഒരു ദുരവസ്ഥ വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇന്നത്തെ കൂടിയാട്ടത്തിലെ നടന്മാർ രംഗത്ത് അഭിനയിക്കണം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കഷ്ടമായി ആ ആൾ ഉണ്ടായിരുന്നെങ്കിലും തോന്നാറുണ്ട്. ആളുണ്ട്, ആളില്ലായല്ല, ആൾ ഇത് വിട്ടുപോയി. കാരണം ജീവിക്കാൻ മാർഗ്ഗമില്ല. അയാൾക്ക് ഈ കല കൊണ്ട് മറ്റൊന്ന് രംഗത്ത് അഭിനയിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ അറിയില്ല. പ്രബന്ധം വരെ പറയാൻ അയാൾക്ക് മടിയാണ്, ഒരു മടിയുള്ള ഒരാളാണ് അത് പറയാൻ. അപ്പോൾ അതുകൊണ്ട് അത് പ്രവർത്തിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് അതിൽ വേറെ എന്തിനോ പോയി, അങ്ങനെയാണ് അവസ്ഥ. അത് വലിയ ഒരു പ്രശ്നമാണ്. ഇനി ഗവൺമെൻറ് ഇവിടെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടൊന്നും കൂടി ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗവൺമെൻറ് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെപ്പറ്റി സൂചിപ്പിച്ചു. ഈ കഴിഞ്ഞ കൊല്ലത്തിൽ സംഗീതനാട അക്കാദമിയുടെ അവാർഡിന് അർഹനാണ്, സംശയമൊന്നുമില്ല. ഈ ഗുരുകുലത്തിൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഇപ്പം അദ്ദേഹം കുറച്ച് അനാരോഗ്യമായിട്ടുള്ള ഒരാളാണ്. എൻ്റെ വളരെ സതീർത്ഥ്യ ഒപ്പം അനവധി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ശ്രമം നടത്തി നോക്കി. ഇരിഞ്ഞാലക്കുട തന്നെ അതിൻ്റെ മെമ്പറായിട്ടുള്ള ആളുണ്ട്, ആളുടെ അടുക്കൽ ചെന്ന് പറയാം ചേട്ടൻ ഉത്സാഹിച്ചു, അതിനൊക്കെ ശ്രമിച്ചു. പക്ഷേ കാണാൻ പോലും പറ്റിയില്ല ആളെ എന്നുള്ളതാണ് സത്യം. കാലത്ത് ചെന്നാലും കാണില്ല, വൈകുന്നേരവും കാണില്ല, ഉച്ചയ്ക്കും കാണില്ല. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയില്ല. അത് ഞാൻ പേപ്പർ അവിടെ അവരുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ പിന്നെ ഞാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞത് നടക്കണ കാര്യം തോന്നണില്ല ചാക്യാരെ, അതാണ് എന്തുകൊണ്ട് നടക്കണില്ല. ഒരു കൂടിയാട്ടത്തിന് അവാർഡ് കൊടുത്തിട്ട് കേരള സംഗീത നാടക അക്കാദമി 2 കൊല്ലം കഴിഞ്ഞു. ഇന്ന കലാകാരൻ എന്നല്ല ഞാൻ പറഞ്ഞത്. കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നതിന് കൂടിയാട്ടത്തിന് അവാർഡ് കൊടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു എന്നുള്ള സത്യം. അവാർഡ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് ജീവിതമാർഗ്ഗമാവുന്നല്ല, ആ കലാകാരന് തൽക്കാലം ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അത് വലിയൊരു പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അത് വളരെ മാനസികമായിട്ട് ഞാൻ ഒരു അവാർഡിന് വേണ്ടിയും എനിക്ക് വ്യക്തിപരമായിട്ടും ഒരാളുടെ മുമ്പിലും പോയിട്ടില്ല. പക്ഷേ അത് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു, ചെന്ന് നോക്കി, ഫലം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞാൻ സംഗീതനാടക അക്കാദമിയിൽ അവിടെ ഇങ്ങനെ ഒരു ഉഷയുടെ പരിപാടി അവിടെ ഉണ്ടായി. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ജോർജസ് പോൾ ഉണ്ടായിരുന്നു അവിടെ. ജോർജസ് പോൾ മാഷോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു, മാഷേ ഇതിൻ്റെ സംഗീതനാടക അക്കാദമിയുടെ പേരൊന്ന് മാറ്റിക്കൂടെ? മാഷ് ഇവിടെ മെമ്പറായിരുത്തിരുന്ന ആളാണല്ലോ, പേര് മാറ്റല്ലേ നല്ലത് എന്ന് ചോദിച്ചു. മാഷ് ചാക്യാരെ പറഞ്ഞത് ശരിയാ, പേര് മാറ്റണം. ഞാനിവിടെ മെമ്പറായിരുന്നു, ഇതിന് നാടക അക്കാദമി എന്നാക്കുക. അപ്പോൾ അവിടെ കുറേ ചിത്രം വെച്ച എന്തൊക്കെ നാടകക്കാരുടെയാണ്, വേറെ ആരുടെ ചിത്രമില്ല, പുറമേ ഇങ്ങനെ കാണാം, വേറെ ആരുടെ ചിത്രമില്ല.
എന്നാൽ കേരളത്തിന് പുറമെ ചെന്നൈയിലാണോ മറ്റേ ആണോ ശരിയ, അവിടെ നാടക അക്കാദമിയും സംഗീത അക്കാദമിയും രണ്ടും വേറെയുണ്ട്. അപ്പോൾ നാടകത്തിന് മാത്രമേ ഒരു അക്കാദമി, ഈ ഇങ്ങനെയുള്ള മറ്റു വിഷയങ്ങൾക്ക് മറ്റൊരു അക്കാദമിയും ആക്കിയാൽ ഉണ്ടാവും. ഇപ്പോൾ നാടകക്കാർക്കൊക്കെ അവാർഡ് കിട്ടും, എനിക്ക് പറയുന്നില്ല, അവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, അവരുടെ പരിദേവനങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യമാണ്, ഒരു കൂടിയാട്ടത്തിൽ അനവധി കലാകാരൻ വിഭാഗമായിട്ട് തിരിക്കും, ഒരാൾക്ക് ഒരു അവാർഡ് കൊടുത്തു നമ്മൾ, അതില്ല എന്ന് പറഞ്ഞത് വലിയ സങ്കടമായിട്ടതാണ്. അപ്പോൾ കൂടിയാട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്താ, അതിനെ പറ്റി എനിക്ക് പറയാൻ അറിയില്ല. ഏതായാലും ഈ വേദിയിൽ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പ്രയോജനമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും കാലം കൊണ്ട് മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് മന്നൂർ ആശാനെ, മന്നൂർ പരമേശ്വര ചേക്കാർ ആശാനെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് അനിയേട്ടനെ സാദരം ക്ഷണിക്കും. പ്രിയമുള്ള കലാസ്നേഹികളെ, തീരെ അവശതയായിട്ടുള്ള ഒരു നിലയിലാണ്. പനിയായിരുന്നു, കുറച്ച് വർത്തമാനം പറഞ്ഞ് ചുമയ്ക്കും, അതാണ് അവസ്ഥ. ഞാൻ വിജയനോട് ഒരു മുൻകൂർ പറഞ്ഞിരുന്നു, എന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു, പക്ഷേ 2 ദിവസം മുമ്പ് കഥകളി ക്ലബിൻ്റെ പരിപാടികൾ ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിൽ സജീവമായി നിൽക്കാൻ പറ്റാതെ ശക്തമായ ജലദോഷവും ചുമയൊക്കെ കാരണം വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ ഇതൊന്നും അല്ലാതെ പ്രോഗ്രാം അയച്ചു തന്നപ്പോൾ എൻ്റെ പേര് അതിലുണ്ട്. 2 കാര്യമാണ്. ഒന്ന്, കഥകളി ക്ലബ്ബ് കൂടി യോജിച്ച് നടത്തുന്ന പരിപാടി ആവുമ്പോൾ എൻ്റെ ഒരു ചുമതലയാണ് അവരെ ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളത്. ആ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ വിഷയം. രണ്ടാമത്, ഈ ഇരിങ്ങാലക്കുടയിലെ ഏറ്റവും വലിയ ഒരു വർഷങ്ങളായി നടന്നു വരുന്ന ഈ കൂടിയാട്ട മഹോത്സവത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് സമാന ചിന്താഗതിയുള്ളൊരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചുമതലയായിട്ട് ഞാൻ കണക്കാക്കണു. അതും കൂടി കണക്കാക്കി തന്നെയാണ് ഇവിടെ വന്നത്. എത്രത്തോളം എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന അറിയില്ല. പ്രധാനമായിട്ടും പ്രശ്നം ഉള്ളത്, ഈ സ്മര്യ പുരുഷനെ പറ്റി എനിക്ക് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരും അവിടെ ഉള്ളപ്പോൾ എന്താ പറയാൻ പറ്റുക എനിക്കറിയാം. കാരണം എനിക്ക് അത്രയേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുള്ളൂ. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നറിയാം. കാരണം ഒരു 10 കൊല്ലക്കാലം ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് താമസിച്ച ആളാണ് ഞാൻ. 70 മുതൽ 80 വരെയുള്ള കാലത്ത് ഞങ്ങളുടെ വീട് ഇവിടെയായിരുന്നു. ഒരു വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ചാക്യാർ കുടുംബം. പക്ഷെ അന്നൊക്കെ മാധവ ചാക്യാരെ അറിയുള്ളൂ. സത്യത്തിൽ ഈ പരമേശ്വര ചാക്യാർ എന്ന വ്യക്തി പിന്നീടാണ്, അതായത് വേണുജിയൊക്കെ ഇവിടെ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങിയ ആ കാലം മുതൽ പിന്നീടാണ് സത്യത്തിൽ ഈ പരമേശ്വര ചാക്യാരെ കുറിച്ചുകൂടി അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോഴൊക്കെ നേരത്തെ കുട്ടചാക്യാർ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് കൂത്തമ്പലത്തിൽ നടക്കുമ്പോൾ പ്രബന്ധം കേൾക്കാൻ പോവാറുണ്ട്, കൂടിയാട്ടത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ട് പോകാറില്ല. മാധവ ചാക്യാരുടെ പ്രബന്ധം ധാരാളമായിട്ട് പോയി കേൾക്കും. അതല്ലാതെ കൂടിയാട്ടം കാണാനായിട്ട്, പ്രധാനമായിട്ട് അതിൻ്റെ കാരണം, ഞാൻ വളർന്നു വന്നതും ജീവിച്ച എൻ്റെ ചെറുപ്പകാലം ഇത് കൂടിയാട്ടോ കൂത്തോ ഒന്നുമില്ലാത്ത തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റത്തുള്ള കൊരട്ടി എന്ന അവിടെ പ്രധാനമായിട്ടുള്ളത് മുടിയേറ്റാണ്. ഒരു 3 കുടുംബം മുടിയേറ്റുകാരുണ്ട്. ഈ മുടിയേറ്റ് മുഴുവനും ധാരാളമായി കാണുക, മേളമുണ്ട്. പിന്നെ ഉള്ളത് പ്രാദേശികമായിട്ടുള്ള പല വായനശാലകളുടെ വാർഷികത്തിന് നടക്കുന്ന കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, ഇങ്ങനെയുള്ള പരിപാടികളെ പരിചയിച്ചു നോക്കും. ഇല്ലാതെ ഉള്ളത് അന്നവരുടെ ഉത്സവത്തിന് പോകുമ്പോൾ കഥകളി കാണും. അല്ലാണ്ട് കൂത്തുപോലും അപൂർവമായിട്ട് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇരിങ്ങാലക്കുടയിൽ എത്തിയത്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇതിനോടൊരു ബന്ധം ഇല്ല. പിന്നെ കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇളയത് മാഷുമായിട്ട് ഉള്ള അടുപ്പം വന്നപ്പോഴാണ് മാഷിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് മാധവ ചാക്യാർ വരാറുണ്ട്. അപ്പം ആ സമയത്ത് പലപ്പോഴും അവിടെ ഉണ്ടാവും. മാധവ ചാക്യാരെയും അത് തുടർന്നുള്ള
ആ ഒരു അന്തരീക്ഷത്തിൽ ആണ് ഒരു ചെറിയ ഒരു പരിചയം. എപ്പോഴും കൂടിയ ആട്ടം എന്നത് കണ്ടിട്ടില്ല സത്യത്തിൽ. അതിന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ തുറന്നു പറയാണ് അതിനുള്ള സാഹചര്യം. അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോർജ് മാഷ് ഇളയത് മാഷ അനുസ്മരണത്തിന് വന്നപ്പോൾ പറഞ്ഞു, ഇവരൊന്നും കൂടിയാട്ടം ബാധയ്ക്ക് ചെറിയാൽ പാട്ടില്ലല്ലോ എന്നൊരു കളിയാക്കണം മറ്റൊരു ചോദ്യം, ഒരു സൂചന ഉണ്ടായി. ഒരു സത്യം കുറച്ചതിലുണ്ട്. കാരണം കഥകളിയിലെ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ അതിലേക്ക് അധികം വന്നിട്ടുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലം ഒന്നും എൻ്റെ പരിമിതികൾ തുറന്നു പറഞ്ഞിട്ട് ആണ് ഞാൻ വളരെ അവിടെ ഇവിടെ തൊടാണ്ട് മാത്രം സംസാരിക്കുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമാവുന്നൊരു പേടിയുണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പാരമേശ്വര ചാക്യാർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സത്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ 14 ദിവസവും ഗുരുകുലത്തിൽ നടത്തുന്നു. അത് ഗുരുകുലത്തിൻ്റെ ഈ ആഘോഷ പരിപാടികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടത്താനായിട്ട് അവർ സൗമനസ്യം കാണിച്ചതിൽ കഥകളി ക്ലബിൻ്റെ ഒരു പ്രവർത്തകൻ നിലയ്ക്ക് ഞങ്ങൾക്കുള്ള സന്തോഷമാണ് ആദ്യം പറയുന്നത്. അത് ഇത്രയും രണ്ടു കൂട്ടർക്കും പരിക്കില്ലാത്ത വിധം കുറേ ചർച്ച നടത്തിയിട്ട് രണ്ടു കൂട്ടരുടെയും പരിപാടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ പലവട്ടം ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ 16 ദിവസത്തിലെ 14 ദിവസവും ഇവർക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നുകൊണ്ട് നമുക്കും വേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഗുരുകുലത്തിൻ്റെ ഭാരവാഹികൾ കഥകളി ക്ലബിൻ്റെ കൂടെ നിന്നതിലുള്ള സന്തോഷം. അതിൽ പ്രധാനമായിട്ടും നളചരിതം സംബന്ധമായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ നടത്തുന്നത്. അതിൽ കൂടിയാട്ടം തന്നെ 2 പരിപാടിയുണ്ട്. ഒരു നങ്ങ്യാർ കൂത്തും ഒരു കൂത്തും ഉണ്ട്. ഇതൊക്കെ ഇത് ഗുരുകുലത്തിൻ്റെ പരിപാടിയുമായിട്ട് യോജിപ്പിച്ച് നടത്താൻ പറ്റുന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്നതിന് ഇവർ സഹകരിക്കുന്നതിൽ ഒരു സന്തോഷം. അതാണ് ആമുഖമല്ല, ഏതാണ്ട് തീരാറായി എൻ്റെ പ്രസംഗം പറയാനുള്ളത്. ഇനി പരമേശ്വര ചാക്യാരെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. പരമേശ്വര ചാക്യാരെ കുറിച്ച് ഞാൻ കേട്ടതും വായിച്ചതും ആയിട്ടുള്ള എൻ്റെ ചെറിയ അനുഭവങ്ങൾ ഞാനിവിടെ പറയാം. അതല്ലാതെ അതായത് ഈ മാധവ് ചാക്യാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂത്തമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇൻ്റർനാഷണൽ ഫിഗറായി മാറിയ സമയത്ത് പരമേശ്വര ചാക്യാർ ഇതിൽ നിന്ന് കൂത്തമ്പലത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ മടിച്ച് ആ യാഥാസ്ഥിക ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സ്തുതിപാഠകരൊന്നും വന്ന് കാണാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്ന ആ യാഥാർത്ഥ്യം. പിന്നെ വളരെ മിതഭാഷയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കുന്നു. ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറി അല്ലെങ്കിൽ അവരുടെ വട്ടം കൂടി നിൽക്കുന്നതിൽ അദ്ദേഹം വന്ന് നിൽക്കലോ ഒന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെതായ ചിട്ട, പാരമ്പര്യമായിട്ട് ലഭിച്ച ആ കൂടിയാട്ടത്തിൻ്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടകളിലും ഇതൊക്കെ ഊന്നി നിന്നുകൊണ്ട് ആ അനുഷ്ഠാന അവർക്ക് പാരമ്പര്യമായിട്ട് അനുവദിച്ചത് ആ അനുഷ്ഠാന കല അതിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പബ്ലിസിറ്റിയിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവേശനം ആരും ചെയ്യുന്നിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ആ കാലത്ത് ഇത് അദ്ദേഹം ഇങ്ങനെ ആയതുകൊണ്ട് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ അത് കാലത്തിൻ്റെ ഒരു ഇതായിരിക്കണം. ഇനി വരുന്ന ഞാൻ വിചാരിക്കുകയാണ് കുറേയും കൂടിയും കഴിഞ്ഞിട്ടെങ്കിൽ പരമേശ്വര ചാക്യാരെക്കുറിച്ച് മിക്കവാറും വളരെ ഗൗരവപൂർണമായ ഒരു പഠനം നടക്കും. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇവർക്കൊക്കെ ഇതിനെ അറിയുന്നവർക്ക് പൊതുജനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പാകത്തിന് കുറച്ച് റിസർച്ച് കാര്യങ്ങളോ എന്തെങ്കിലും വരേണ്ടതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് കാലത്തിൻ്റെ ഇതിൽ തള്ളിപ്പോവാൻ പാടില്ലാത്ത ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം. ചാച്ചു ചാക്യാർ പഠിപ്പിച്ച അമ്മാവൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ കൊണ്ടു നടന്ന് ഒരു കോംപ്രമൈസിനും
പോവാതെ ആ കൂത്തമ്പലത്തിലെ കൂത്തമ്പലങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ അദ്ദേഹം പരിപാടി നടത്താറുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അതാണ്. മറ്റ് പൊതുസ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടില്ല. അതിന് കാരണം പറയുന്നുണ്ട് അദ്ദേഹം. അതായത് കൂത്തമ്പലത്തിലെ പരിപാടി നടത്തുന്നത് മിക്കവാറും രാത്രി ആയിരിക്കും. ആ സമയത്ത് നമ്മളെ പോലെയുള്ള ആസ്വാദകർക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയം കിട്ടും, അവിടെ പോയിരുന്ന് കാണാം. മറ്റ് പൊതുവായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് ഈ സമയത്തൊക്കെയാണ്. ഈ സമയത്താണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ കഥകളി ആയാലും എന്തായാലും നടത്തുന്നതൊക്കെ. ഇത് മറ്റ് പരിപാടികളിൽ നമ്മൾ ഏർപ്പെടുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നിട്ട് വേണം ഇതിനു വേണ്ടി പോകാനായിട്ട്. ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണമായിരിക്കാം. അത് ഒരു ഭാഗത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കും ഈ കലയെ കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തടസ്സം നിന്നിട്ടില്ല എന്ന് വേണം. മാധവ ചാക്യാർ എന്ത് കാര്യവും അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അതിനൊന്നും അദ്ദേഹം എതിര് നിന്നിട്ടില്ല. മാത്രമല്ല, ഇത്രയും യാഥാസ്ഥിതിക ചിന്താഗതി വെച്ച് പുലർത്തുമ്പോഴും 2-3 കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഈ നേരത്തെ വേണിച്ചി പറഞ്ഞ ഈ ഗുരുകുലത്തിൻ്റെ എന്താ ശ്ലോകം ചൊല്ലിക്കാൻ അദ്ദേഹം സ്വമേധയ മുന്നോട്ട് വന്നതായി. അത് ഒരു വലിയ വിപ്ലവം തന്നെയാണല്ലോ. ഇത്രയും അന്ന് ഇവരൊക്കെയാണ് തോന്നുന്നില്ലേ, ഉഷാനങ്ങാരൊക്കെയാണ് തോന്നുന്നു ആ കാലത്ത് പഠിച്ചിരുന്നത്. അതൊരു കാര്യം. പിന്നെ ചാക്യാർ കുടുംബത്തിൽപ്പെട്ടവരല്ലാത്തവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണുജിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, ചാക്യാർ കുടുംബത്തിൽപ്പെട്ട ആ കലയിലല്ലാത്തവർ അവതരിപ്പിച്ച കഥകളിയാണ് മനസ്സിൽ മുഴുവൻ. അതുകൊണ്ട് കൂടിയാട്ടത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഒരു തോരണയുദ്ധത്തിലെ രാവണൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ വായിച്ച് ഓർമ്മ. അപ്പോൾ അതൊക്കെ അപൂർവമായിട്ട് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുള്ള സന്ദർഭങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. ഇതൊക്കെ അല്ലാതെ പിന്നീട് എത്രയോ മുന്നോട്ട് പോയി കൂടിയാട്ട കാര്യങ്ങൾ. അദ്ദേഹത്തെ 2008 അദ്ദേഹം അതുവരെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളിൽ തന്നെ വ്യാപൃതനായി ജീവിച്ച വ്യക്തിയാണ്. ഇതിൽക്കപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്. അതുപോലെ ഈ സമ്മേളനത്തിന് ആശംസ പറയാനായിട്ട് നമ്മളുടെ കൗൺസിലർ വരാമെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷെ അവർക്കും അവരുടെ ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം വരാൻ സാധിച്ചിട്ടില്ല എന്നറിയിക്കുന്നു. അവരുടെ ആശംസകളും ഇവിടെ അറിയിക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് അറിയിക്കണം. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഈ യോഗം അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ നന്ദി പറയുന്നതിനായിട്ട് ഗുരുകുലത്തിൻ്റെ ട്രഷറർ സരിത കൃഷ്ണകുമാറിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 38ാമത് കൂടിയാട്ട മഹോത്സവം കഥകളി ക്ലബ്ബുമായി ചേർന്ന് നടത്തുന്ന ഈ കൂടിയാട്ട മഹോത്സവത്തിന് നന്ദി പറയുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് കഥകളി ക്ലബ്ബ്, ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇവിടെ ധാരാളം പ്രഭാഷണങ്ങളും പ്രഗത്ഭ വ്യക്തികളുടെ പ്രഭാഷണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമൊക്കെ നടത്തുന്ന അവരുടെ പ്രവർത്തനം വളരെ മനോഹരമാണ്. ആദ്യമായിട്ട് കഥകളി ക്ലബിനോട് ഗുരുകുലത്തിലെ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ വേണുവേട്ടന് ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. അമ്മന്നൂർ കുട്ടൻ ചാക്യാരാശാൻ, ഞങ്ങളുടെ പ്രധാന ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിനും ഗുരുകുലത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി ഔപചാരികതയുടെ പേരിൽ അറിയിക്കുന്നു. പരമേശ്വരാശാൻ അനുസ്മരണം നടത്തിയ അനിയൻ മംഗലശ്ശേരി അനിയേട്ടനും വയ്യാത്ത ഈ സാഹചര്യത്തിൽ ഇവിടെ വന്ന് സംസാരിച്ചതിൽ അദ്ദേഹത്തിനും
ഗുരുകുലത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ രാജീവേട്ടൻ, അധ്യക്ഷൻ വിജയേട്ടൻ, രണ്ടുപേർക്കും ഔപചാരികതയുടെ പേരിലുള്ള നന്ദി പറയുന്നു. പിന്നെ ലൈവ് സിബിൻ ചേട്ടൻ, ചിത്രേട്ടൻ, സൗണ്ട്, പിന്നെ വന്നിരിക്കുന്ന എല്ലാ പ്രഗത്ഭരായ വ്യക്തികൾക്കും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.